ചിരിക്കാതെ കാര്യം പറ ജോസഫേ. എന്റെ തലയുടെ പുറകില് വട്ടത്തിലൊരു മഞ്ഞ വെളിച്ചച്ചൻ കാണുന്നുണ്ടാ? ഉണ്ടല്ലോ. ആ, ഇന്നലെ സന്ധ്യക്ക് കടപ്പുറത്തോട് നടന്നപ്പോ തൊട്ട് എന്റെ പുറകെ കൂടിയതാണ്. ബാധയാണ് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കണില്ല അച്ഛാ. ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഞാനിപ്പോ ശരിയാക്കി തരാം കേട്ടാ. ജോസഫ് ഒന്ന് കണ്ണടച്ചേ. ദൂരെ പോ സാത്താനെ എന്ന് കൽപ്പിച്ച കരുണാമയനായ കർത്താവേ, ഇവനിൽ വസിച്ചിരിക്കുന്ന പൈശാചികമായ ബാധകൾ ഒഴിഞ്ഞു പോകണമേ. ദൂരെ പോ സാത്താനെ. സുഖണ്ട? ഇപ്പൊ നല്ല സുഖമുണ്ടോ? ആ, ഇനി ഒരാത്മാവും ജോസഫിന്റെ 7 അയലത്ത് വരില്ല. ഏത് ശവപ്പറമ്പിൽ കൂടിയും ജോസഫിന് ധൈര്യമായിട്ട് നടക്കാം. സന്തോഷം അയച്ചോ? സന്തോഷം കൊണ്ട് വല്ലാത്ത ചിരി വേണ്ട കേട്ടോ. ഇല്ലച്ചോ. എന്താടോ ഇങ്ങനെ ചിരിക്കണേ? അവിടെ ഒഴിപ്പിച്ച ബാധ ഇവിടെ കേറിയോ? എന്നാലും ഈ ബാധ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഉണ്ടല്ലേ അച്ചോ? ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനുണ്ട്, ഇല്ലാത്തവനില്ല. ഇതവന്റെ സ്ഥിരം പ്രശ്ന. ഇടയ്ക്കിടയ്ക്ക് തോന്നും ബാധ കയറിയെന്ന്. ഒഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാ പിന്നെ കുറെ നാളത്തേക്ക് പ്രശ്നമില്ല. സൈക്യാട്രിയിൽ ഇതിന് അത് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ, എന്തപ്പോ ഇയാളെയും കൊണ്ട്? കുറച്ചു ദിവസമായിട്ട് രാത്രിയിൽ ഇവന് പനിയും ജലദോഷവും ഒക്കെയാ. ആഹാ, ഇത് സാരല്ല, നമുക്ക് വഴിയുണ്ടാക്കാം. എന്നാലും നമ്മുടെ താമര ചെയ്ത് വലിയ കാര്യമായിപ്പോയി. സഹജീവികളോട് കരുണയുണ്ടാവുക, അനാഥരെ സഹായിക്കുക, അവൾ ഈ നാട്ടുകാർക്കൊക്കെ ഒരു മാതൃകയാ. അത് ശരിയാ. ദേ, കയ്പുണ്ടെന്ന് വിചാരിച്ചിട്ട് തുപ്പിക്കളയരുത്. കളയോ? ആ, മിടുക്കൻ. എവിടെ പോവാണ് രണ്ടാളും കൂടെ? ഈ സാധനത്തിനെ കളയാൻ കൊണ്ടുപോവാണ്. എന്നെ സിനിമാക്ക് കൊണ്ടുപോണേണ്. ആ താമരെ നിന്നെ, ഇനി വീട് വരെ വരണ്ടല്ല, ചിട്ടിക്കാശിറങ്ങി തന്നേരി. ഈ മാസത്തെ നറുക്കെങ്കിലും എനിക്ക് അടിക്കോ ഭാസ്കരേട്ടാ? ഈ പ്രാവശ്യം താമരക്ക. അതിരിക്കട്ടെ, ഒരു കാർന്നൊരു ദത്തെടുത്ത് പറഞ്ഞാടല്ലോ. ദത്തെടുത്തൊന്നുമല്ല, കളഞ്ഞു കിട്ടിയതാ. ഉടമസ്ഥരാരേലും വന്ന് അന്വേഷിച്ചാ ചിലപ്പോ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഒരു പ്രായം കഴിഞ്ഞ പിന്നെ ആർക്കാ വേണ്ടത്? താമരെ, നീ വേഗം വീട്ടിലേക്ക് ചെല്ല്. അവിടെ ആള് കൂടി ഉണ്ട്. കാരണവരുടെ കാര്യം പോക്ക. ഇന്ന് ഇതിനൊരു സമാനം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകും. എന്റെ പൊന്നു ചേട്ടാ ഒന്ന് അടങ്ങ്. ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ആലോചിക്കാം. എന്താലോചിക്കാം? അതല്ലേ മോനമാഷ് പറഞ്ഞതിന് ന്യായം ഉണ്ടല്ലോ, നമുക്ക് ആലോചിക്കാം. ഇനി ആലോചിക്കാനൊന്നുമില്ല. തോന്നിവാസം കാണിച്ചിട്ട് പറ്റിയത് കേപ്പിക്കല്ല, ഇവർക്കാ. ഇവർ ഉണക്കാനിട്ടിരുന്ന വലയെടുത്താ കേപ്പിതാ കുന്ത്രാണ്ടം കെട്ടിയിരിക്കണേ. താഴെ ഇറങ്ങിയപ്പോ ഇത് പൊട്ടിയെന്ന് അടിപൊളി. എന്ത് പണിയാണ് ഈ കാണിച്ചേ? ഇവർക്ക് മീൻ പിടിക്കാനുള്ള വലമുറിച്ചിട്ടാണ് കളിക്കണത്. ആർക്കും വേണ്ട, തറയെ കിടന്ന പഴയ സാധനമാ മോളെ. വേണ്ടാത്തൊന്നുമല്ല, ഉണക്കാനിട്ടിരിക്കുന്നതാ. എനിക്കറിയോ എത്ര രൂപയുടെ സാധനം നശിപ്പിച്ചെന്നറിയോ? താൻ പറയുന്നത് കേട്ടാ തോന്നി ഞാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന്. ഇതിന് അവകാശികളുണ്ടോ എന്ന് 2 പ്രാവശ്യം ഞാൻ വിളിച്ചു ചോദിച്ചത്. അപ്പോഴാരെയും കണ്ടില്ലല്ലോ. ഞങ്ങളുടെ വല നശിപ്പിച്ചിട്ട് കിടന്ന് ന്യായം പറയണ കിളവനായതുകൊണ്ടാണ് കൈവയ്ക്കാത്തത്. തീരെ മര്യാദയില്ലാത്ത കൂട്ടുകാരാ മോളെ ഇത്. വള്ളവും വലയും പരിചയമില്ലാത്തൊരു കിളവനൊരു അബദ്ധം പറ്റിയെന്ന് വിചാരിച്ച് ഇങ്ങനെയാണോ പേര് പറഞ്ഞത്? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഇതിന്റെ വില അത്രല്ലേ ഉള്ളൂ. ദയാദി മോതിര, എന്റെ മോതിരം എവിടെ? എന്റെ മോതിരം എവിടെയെന്ന്? കടലിൽ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടാവും. മോതിരം എവിടെ പോയി? നിങ്ങൾ വിഷമിക്കണ്ട, എത്ര ചെലവ് വന്നാലും വലയുടെ കേടുപാടുകൾ ഞാൻ തീർത്തന്നോളാം. എന്റെ കേസായതുകൊണ്ട് ഞങ്ങൾ വിടുക. വാടോ വാടാ. ഈ കാരണവരെ കിട്ടിയെടുത്തതിനെ കൊണ്ട് കളയണ നല്ല കേട്ടാ. ഇന്ന് വല മുറിച്ച സ്ഥിതിക്ക് നാളാരെങ്കിലും തലമുറിക്കൂലെന്ന് എന്താ ഉറപ്പ്? ഈ പാർട്ടി ഏതായിട്ടെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. തുറന്നൊന്നും പറയുന്നില്ല. വഴിയുണ്ട്. നാടകത്തിന്റെ അടുത്ത രംഗം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ കാരണവരുടെ യഥാർത്ഥ കഥ നമ്മ അറിഞ്ഞിരിക്കും. മോനാ, ഈ കള്ളിനുള്ള ഗുണം എന്താണെന്നറിയാം നിനക്ക്? ഒരു ശകല അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ രഹസ്യങ്ങളൊന്നും അകത്തിരിക്കില്ല, എല്ലാം പുറത്തു വരും. എന്ന് പ്രതീക്ഷിക്കാം. ഏടാ നീ നോക്കൂ, ആ കാർന്നോരെ കൊണ്ട് എല്ലാ കഥയും ഞാൻ പറയിപ്പിച്ചില്ലെങ്കിൽ ആലപ്പി അപ്പച്ചൻ എന്നുള്ള എന്റെ പേര് നിങ്ങൾ മാറ്റിക്കോ. അങ്ങനെ ആ പേര് മാറ്റി ഇനി നല്ല പേരിടണ്ട. അതൊക്കെ വിട്, നമുക്കൊരു ആഘോഷിട്ട് അടിച്ചു പൊളിച്ചാണ് ചെല്ലാന്ന്. ഇല്ലിമുള്ളം കാടുകളിലെല്ലാം പാടി വരും തെന്നലേ തെന്നലേ, അല്ലിമലർക്കാവുകളിൽ വള്ളികളിൽ ഉയലാടും തെന്നലേ തെന്നലേ. ആ സാധനം നീക്കി പോയി. ഇത് ഗ്ലാസ് അവിടെ വെക്കേ. ഞാൻ കറി എടുത്തേ.
നല്ല അന്തിക്കള്ള ഒരെണ്ണം അടിക്കല്ലേ? ആ, എന്താ പേര് പറഞ്ഞേ? അപ്പച്ചൻ സ്വന്തം മോമരെ പേരല്ലേ വിളിക്കുന്നത് അപ്പച്ചാന്ന്. അപ്പച്ചാ ഞാനിതൊന്നും കഴിക്കാറില്ല. അയ്യോ ഞങ്ങള് കേപ്പിയുടെ ഒരു സന്തോഷത്തിന് കള്ളു കുടിച്ച സന്തോഷം വരുമെന്ന് ആരാ പറഞ്ഞേ? വെറുതെ വയറ് വീർപ്പിക്കാന്നല്ലാണ്ട് ബ്രാൻഡ് കിട്ടുമോ? അപ്പൊ കഴിക്കല്ലേ? വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചാണ്. സർക്കാരിന് നികുതി കിട്ടുന്ന കാര്യമല്ലേ, പൗരബോധം കൊണ്ട് വല്ലപ്പോഴും. പൗരബോധം കൂടി എന്റെ അച്ഛന്റെ ബോധം ഫുൾ ടൈം പോയി കിടക്കാണ്. ബ്രാൻഡി അടുത്ത തവണയാട്ടെ. തൽക്കാലം കേപ്പി ഇതങ്ങോട്ട് പിടിപ്പിച്ചേ. ശുദ്ധമായ തെങ്ങിൻകള്ള ഒരളവിൽ അകത്ത് എഴുതുന്നത് ശരീരത്തിന് ആ, നല്ലതാണ്. വളരെ നല്ലതാ. ചെല്ലോട്ടെ ഇയാള് കഴിക്കില്ല. പെണ്ണുങ്ങളുടെ എണ്ണം കഴിക്കില്ല. ഓ മദ്യപിക്കാത്ത പെണ്ണത്തോടെ ഞാനങ്ങ് സഹിച്ചു. ഈ കടപ്പുറത്ത് സൽസ്വഭാവിയായ ഒരു ആൺകുട്ടിയുള്ളത് മോഹനം മാഷ. മാഷ ഏത് സബ്ജക്റ്റാ എടുക്കുന്നത്? അങ്ങനൊന്നുമില്ല, വലയിൽ വീണ എല്ലാ സബ്ജക്റ്റും എടുക്കും. ഇപ്പൊ 2 ദിവസമായിട്ട് എടുക്കണ അയലേ മത്തിയാണ്. മാഷ് എന്നൊക്കെ ഒരു കളിയാക്കി വിളിക്കുന്ന പണ്ട് TTCക്ക് ചേരാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അതുകൊണ്ട് Be friends with fools so that you can call yourself a genius. Take it. Yes. Oh, wild west wind, lift me as a wave, a leaf, a cloud. I fall upon the thorns of life. I bleed. അരെ വാ വാ വാ, എന്തൊരു അർത്ഥമുള്ള കവിതയെന്ന് പറയും മോനെ ഇത്. പക്ഷെ ഞാൻ എഴുതിയത് പോലെയല്ല അങ്ങനെ ചൊല്ലിയത്. തമാശ കളിക്കാതെ കാര്യം ചോദിക്കും. And swift and proud. മോന ആ ശാരംഗ പറയുമ്പോ ഭംഗി വാക്കാണെന്ന് വിചാരിക്കില്ല. നിങ്ങൾ രണ്ടുപേരും എന്റെ ഫ്രണ്ട്സാണ്. ആണോ? പക്ഷേ ഇപ്പൊ അതിലും വലിയ ഫ്രണ്ട് ഈ കേപ്പിയ. എന്തോ അത്രയ്ക്കൊരു അടുപ്പം ഞങ്ങൾ അമ്മ ഉണ്ടായിപ്പോയി. ആ എന്റെയും ഫ്രണ്ട് തന്നെയാ. പ്രായമൊക്കെ പറഞ്ഞ് എത്ര പെട്ടെന്നാ KP നമ്മുടെ കൂട്ടത്തിലൊരാളായത്. പക്ഷെ നമ്മൾ കാണിക്കുന്ന അടുപ്പം കേൾപ്പിക്കുന്ന നമ്മളോടില്ല. ഇപ്പോഴും ചെറിയൊരു അകൽച്ചയില്ല. ശാരംഗ അങ്ങനെ പറയല്ലേ, അകൽച്ചില്ല. ശരി. ഒന്നും തുറന്നു പറയാത്ത ഒരാളെ ഫ്രണ്ടായിട്ട് ഇങ്ങനെ കണക്കാക്കണേ? ഇപ്പൊ നിനക്ക് എന്താ അറിയണ്ടേ? പറ, കേപ്പി ആരാ, എവിടുന്ന് വന്നു, അല്ലേ? അതൊക്കെ അല്ലേ? ഞാനൊന്നും ചോദിക്കില്ല എന്ന് വാക്ക് കൊടുത്തിരിക്ക. അതുകൊണ്ട് എനിക്കിനി ഒന്നും അറിയണ്ടായേ. പക്ഷെ എനിക്കറിയണം. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണം KP എന്തിനാ കടലൊന്ന് ചാടിയത്. ഞങ്ങളൊന്നും അന്യന്മാരല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. കേപ്പി എന്തിനാ മരിക്കാൻ പോയേ? ഞാൻ മരിച്ചില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും. എന്നാ പിന്നെ കൊല്ലുമ്പോ ചത്തപ്പോ. അവൻ എന്നെ കൊല്ലാൻ പാടില്ല. അവൻ എന്നെ കൊന്ന IPC 302 പ്രകാരം അവൻ ജയിലിൽ പോവും. അതോടെ അവന്റെ ഭാര്യയും കുഞ്ഞും അനാഥമാവും. അത് പാടില്ല. കൊല്ലാൻ വരുന്നതിനോട് ഇത്ര സ്നേഹം വേണോ? എങ്ങനെ സ്നേഹിക്കാതിരിക്കും? കൊല്ലാൻ വരുന്നത് ആറ്റുതോട്ടുണ്ടായ എന്റെ ഏക മകനാണെങ്കിലോ? സ്വന്തം മോൻ അച്ഛനെ? ഓ, ആ വാർത്തയ്ക്ക് ഇവിടെ പുതുമയൊന്നുമില്ല. ദിവസവും പത്രത്തിൽ വായിക്കാറില്ലേ? ജന്മം നൽകിയ അച്ഛനെ കൊല്ലുന്ന മകൻ, നൊന്ത് പ്രസവിച്ച അമ്മയെ കൊല്ലുന്ന മകൻ, മക്കളെ കൊല്ലുന്ന അമ്മ, മകളെ കൊല്ലുന്ന അച്ഛൻ. രക്തബന്ധങ്ങൾക്കൊന്നും ഇവിടെ ഒരു സ്ഥാനവും ഇല്ല. ആർക്കും ആരെയും കൊല്ലാം, ആർക്കും ആരെയും കൊല്ലാം, ആർക്കും ആരെയും കൊല്ലാം.